പേടിക്കാതെ. കടമൊക്കെ വന്ന എല്ലാവരുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാ. കടമൊക്കെ വന്ന് മാറി താമസിക്കുക അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാ. മായേ, ആ ഒരവസ്ഥ ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമേ കാണൂ. പിന്നെ പിന്നെ നമ്മൾ അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആവും. ഇപ്പൊ എന്റെ ചമ്മലൊക്കെ മാറി തുടങ്ങി. 4-5 ദിവസം കഴിയുമ്പോൾ നിന്റെ ഈ വൈക്ലബ്യം മാറും. ആ, അത് അശോകേട്ടൻ പറഞ്ഞത് നേരാ. ഇപ്പോഴും ലോണോ വായ്പയോ എടുത്ത് എന്തെങ്കിലും വാങ്ങിച്ചു വിട്ടാൻ എനിക്കൊരു മടിയില്ല. നമുക്ക് കടം തന്നവരുടെ അവസ്ഥയും ഇതുപോലൊക്കെ തന്നെയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ നമ്മളുമായിട്ട് പൊരുത്തപ്പെടും. കിട്ടാക്കട എഴുതി തള്ളും. ആ, പിന്നല്ലാതെ ഇവിടെ കടങ്ങളെ സർക്കാർ വരെ എഴുതി തള്ളുന്നു. നീ ഡോറ് പൂട്ടിയില്ലായിരുന്നു? പൂട്ടി. ആ, ഇനി ചിലപ്പോ പൂട്ട് നേരെ വീണ് കാണില്ല. മിസ്സസ് പറഞ്ഞ നേരെ പൂട്ട് നേരെ വീഴുന്നിട്ടില്ല. ഞങ്ങളിപ്പോ പപ്പന്റെ കാര്യം പറഞ്ഞോണ്ട് വരികയായിരുന്നു. എന്നാലും ഒന്ന് വിളിച്ചിട്ട് വരാൻ പാടില്ലേ? അശോക് സാറേ, മനുഷ്യനെ കുരങ്ങ് കളിപ്പിക്കരുത്. എന്നെ മുങ്ങി നടക്കുന്ന ആളിനെ എവിടെയെന്ന് പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കണ്ടേ? കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചോ? വൈഫായിരിക്കും അല്ലേ? അതെ. കണ്ടപ്പോ തോന്നി നല്ല മുഖച്ചായല്ലേ ചേട്ടാ? അല്ല, ചായ കുടിച്ചിട്ട് സംസാരിക്കാം. കുടിക്കാൻ ചായയോ കാപ്പിയോ അല്ലെങ്കിൽ തണുത്ത എന്തെങ്കിലും എടുക്കാം അല്ലേ? ഞങ്ങൾ ഊണും കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അശോക് സാർ വാ, നമുക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. ലീലേ, നീ കൂടെ അടുക്കളയിൽ പോയി ഒന്ന് സഹായിച്ചു കൊടുത്തേ. എന്ത് നാണിച്ചിരിക്കുന്ന വാ, നമുക്ക് ചായ ഉണ്ടാക്കാം. പോട്ടെ സാറ് വാ സാറേ. നടക്കും. സാർ ഇരിക്കേ. പപ്പന് തരാനുള്ള രൂപയുടെ കണക്ക് ഞാൻ ആലോചിക്കായിരുന്നു. മൊത്തം എത്രയാ? 2 തവണയായി 2,80,000 രൂപ. 80 85? 80. 85 എന്റെ ഓർമ്മ. പലിശ അടക്കം 5 ചില്ലറ ആയിട്ടുണ്ട്. എനിക്കറിയാം പപ്പ. എന്നിട്ടാണോ സാർ ആരോടൊരു വാക്ക് പോലും പറയാതെ കോളനിയിൽ നിന്ന് മുങ്ങിയത്? അല്ല, പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യം ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോ സാറിനോട് സൗഹാർദ്ദമായ ഒരു കാര്യം പറയാം. എനിക്ക് എന്റെ കാശ് ഉടൻ കിട്ടണം. എനിക്കിന്ന് ഒരു സ്ഥലം വരെ പോണമായിരുന്നു. അയ്യോ അശോക് സാറേ, ഊണ് കഴിച്ചിട്ട് പോകാവൂ കേട്ടോ. നോക്കി നിക്കണോ, ചായ അങ്ങോട്ട് കൊടുത്തേ. കേട്ടോ സാറേ, ഇവിടെ നന്നായി ചിക്കൻ തോരൻ ഉണ്ടാക്കും. ഇല്ലേ, ഇന്ന് ഊണിന് നീ ചിക്കൻ തോരൻ ഉണ്ടാക്കണം. ഉണ്ടാക്കി തരാം കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം? ചിക്കൻ തോരൻ, ചിക്കൻ വാങ്ങാം. നല്ല നാടൻ ചിക്കൻ വാങ്ങാം. അതല്ല, മറ്റേ കാര്യം അത് റെഡിയാക്കാം. എന്ന്? ഒരു 48 മണിക്കൂർ ഓടി വേണം. അപ്പോ ഊണിന് ഞാൻ കാണില്ല. ശരി. ലീലേ, നീ ഇവിടെ നിക്ക്, ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം. അല്ല പപ്പ, അത് സാരമില്ല സാറേ, ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ലീലേ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാ മതി. ഞാൻ പിന്നെ വേറെ ആരെ വിളിക്കാൻ? അല്ലോ പിന്നെ. അശോകേട്ടാ, ഇത് പുലിവാലാകൂ ഏട്ടാ. അശോകേട്ടാ, ചിക്കന്റെ കാര്യം മറക്കല്ലേ. അശോകേട്ടാ, ഇത് അതിക്രമോ? നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. 2-3 ദിവസത്തിനുള്ളിൽ 5 ലക്ഷം രൂപ എങ്ങനെ സംഘടിപ്പിക്കും? എങ്ങനെ സംഘടിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ നാണക്കേടാന്ന്. എങ്ങനെ സംഘടിപ്പിക്കും? ആരോടെങ്കിലും പലിശയ്ക്ക് കുറച്ച് പണം കൂടി എടുക്കാം. കോളനിക്കാരുടെ സ്റ്റാറ്റസിനൊത്ത് ജീവിക്കാൻ ആഡംബരം കാണിച്ചിട്ടാ ഈ ഗതി വന്നത്. പിന്നെയും പലിശയ്ക്ക് പണം എടുക്കാൻ. അതൊന്നും ആരും അറിയാൻ പോകുന്നില്ലെന്നേ. തൽക്കാലം നിന്ന് പറ്റാൻ ഇതേ ഒരു വഴിയുള്ളൂ. ആ പെണ്ണുപിള്ളയുടെ നിലവിളിയല്ലേ ആ കേൾക്കുന്നത്? ആണെന്ന് തോന്നുന്നു. നോക്ക്. എന്താ ലീലേ? എനിക്ക് ഈ പട്ടിയുടെ ഒരിടൽ ഭയങ്കര പേടിയാ. അതിന് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് പട്ടിയുടെ വായിൽ കൈയിട്ടത് നിർത്താൻ പറ്റില്ലല്ലോ. അതെനിക്കറിയാം. എന്തായാലും എനിക്ക് അവിടെ ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയാ. ഞാനിവിടെ നിങ്ങളെന്തായി കാണിക്കുന്നത്? അയ്യോ, അശോകൻ ചേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ പുറത്തു പോയി കിടന്നോ. ഇവിടെ ഞാനും മയം കൂടെ ഒരുമിച്ച് കിടന്നോ. അതെ,
അശോകേട്ടൻ തൽക്കാലം പുറത്തു പോയി കിടന്നോ. ഏയ് അത് ശരിയാവില്ല. അയ്യ അത് വേണ്ട, പുറത്ത് പോയി കിടന്നു. ഇല്ലെങ്കിലേ കൂടുതൽ പ്രശ്നമാവും. ഭയങ്കര പേടിയാ. കിടക്ക്, കിടക്ക്. നാശം. എന്റെ 2 കിഡ്നി വിറ്റിട്ടാണേലും ശരി, ഇവന്റെ 5 ലക്ഷം രൂപ കൊടുത്ത് തീർത്തിട്ട് തന്നെ കാര്യം. അശോകേട്ടാ, ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ഇത് ഇങ്ങനൊരു കെണിയിൽ കൊണ്ട് ചാടിക്കുമെന്ന് കരുതിയില്ല. ഇതാണല്ലേ ഈ കടക്കണി എന്നൊക്കെ പറയുന്നത്. ഇതാരാ ഇത്? ഉഫ്. അതെ, ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ടില്ലേ? എന്തോന്ന്? കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ടില്ലേന്ന്. ആ ഡോർ പോയി തുറന്നു നോക്കിയേ. അതെ, കുറെ ആയി സഹിക്കുന്നു. കൊച്ചമ്മ ചമയനാണ് ഭാവമെങ്കിലേ എന്റെ സ്വഭാവം തീർച്ചയായും. അശോക സാറേ, തൽക്കാലം ഞാൻ ഇവിടുത്തെ കൊച്ചമ്മ. മായമോളെ, ആ ഡോർ തുറന്നു നോക്കിയേ. പോ മോളെ. പിള്ളേർക്ക് ഇങ്ങനെ മടിയായ എങ്ങനെ? എന്താ? ഡോർ തുറന്നു നോക്കിയേ. വാ മക്കളെ. അല്ല, ഇതൊക്കെ ആരാ? എന്റെ സ്വന്തം മക്കളാ. തള്ളെ കാണാതെ ഇവർ ഒരു നിമിഷം പോലും നിക്കത്തില്ല. കുട്ടു ഇന്നലെ വെളുക്കും വരെ കരച്ചിലായിരുന്നു. എവിടെ ലീല? മോളിലുണ്ട്. ആ, മക്കള് മുകളിലോട്ട് ഇല്ല. പാവം കൊച്ചു കുട്ടികളല്ലേ. എന്റെ അമ്മോ, വൃത്തികെട്ടവൻ കുന്തം. മമ്മി, മമ്മി. ആ മോനെ, മോന്റെ പേരെന്തുവാ? അടിച്ച് കണ്ണാടി പൊട്ടിക്കും. അയ്യോ, എന്താ കൊച്ചിനെ പേടിപ്പിക്കുന്നു ചുമ്മാ? എന്താ ഇവിടെ? അയ്യോ പാവം, പിള്ളേരൊക്കെ പേടിച്ചു പോയി. ഞങ്ങൾ ഇവിടുന്നാണ് മമ്മി സ്കൂളിൽ പോകുന്നത്. അതേടാ കുട്ടൂസേ, ഇനി മുതൽ ഇതാണ് നമ്മുടെ വീട്. താങ്ക് യു മമ്മി. മക്കള് പപ്പനെ പപ്പാന്നാ വിളിക്കുന്നല്ലേ? അല്ല, പപ്പ, ഇവരൊക്കെ ആരാ? നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറ. സമയമാവട്ടെ മക്കളെ, ഞാൻ പറയാം. ലീലേ, നീ മക്കളെ വിളിച്ചിട്ട് നമ്മളെ മുറിയിലേക്ക് പോയേ. നല്ല സൗകര്യമുള്ള വീടായത്. പപ്പ, കാര്യം ഞാൻ പപ്പന് കുറച്ച് പണം തരാനുണ്ട്. എന്ന് വെച്ച് വീടിനകത്ത് അതിക്രമിച്ചുള്ള ഈ പരിപാടി, ഒന്നാമത് എൻ്റെ ഒരു കൂട്ടുകാരൻ തൽക്കാലം എനിക്ക് താമസിക്കാൻ തന്നിരിക്കുന്ന വീടാ. അവന് തറഞ്ഞ അയാളോട് പറഞ്ഞാ മതി കൂട്ടുകാരന്റെ ഭാര്യയും കുട്ടികളും ആണെന്ന്. എന്റെ കാശ് തന്നു തീരുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. എന്തായാലും കൂട്ടുകാരൻ പണിഞ്ഞ വീട് കൊള്ളാം. 2 കുടുംബത്തിന് സുഖമായി താമസിക്കാം. ലീലേ, നീ വാ. വാ മക്കളെ, വാ വാ. അശോകേട്ടാ, ഇവിടെ ഇരിക്കട്ടെ. ഇതിനകത്ത് എന്തേലും കാണും എന്നും അടച്ചുപൂട്ടി വെച്ചിരിക്ക. അതെ, അച്ഛൻ എന്നെ വിളിച്ചായിരുന്നു. ഇങ്ങോട്ട് വരണോന്ന് അച്ഛൻ ഒരേ നിർബന്ധം. എടി, നീ ഇങ്ങി വന്നപ്പോ അച്ഛനെയും കൂടെ കൂട്ടി ഇങ്ങി വന്നാ പോരായിരുന്നോ? ആ മനുഷ്യൻ ചാവുന്നതിന് മുമ്പ് അല്പ സ്വല്പം അടിച്ചു പൊളിച്ച് നടക്കട്ടടി. ഡാഡി, എനിക്ക് വിശക്കുന്നു. ഇവിടത്തെ അടുക്കളയിൽ വല്ലതും ഉണ്ടോടി? ആവോ, ഈ പോയി പിള്ളേർക്ക് വയറ് വിശക്കുന്നു. പറഞ്ഞത് കേട്ടോ? നീ അവളുടെ അടുത്ത് പോയി പറ ആഹാരം കൊടുക്കാൻ. കൊടുക്കും. അല്ലേ, ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടെ ഇരുന്നാ മതിയോ? കുട്ടികളും കൂടെ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇപ്പൊ ഉള്ള അടുക്കളയിൽ ഒരു സ്റ്റൗ കൂടി വാങ്ങിച്ചു വെക്കണം. കുട്ടികൾക്കുള്ള പാല് കാച്ചാനും ആഹാരം പാചകം ചെയ്യാനും ഒക്കെയാ. അശോക് സാറ് അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അശോക് സാറേ, കാശിന്റെ കാര്യത്തിൽ സാറിന് ഒരു ടെൻഷനും വേണ്ട. സാവധാനം മതി. മായ, ഇവിടെ അടുത്ത് തിയേറ്റർ വല്ലതും ഉണ്ടോ? ആഴ്ചയിൽ 2 റിലീസ് പടം കണ്ടില്ല, എനിക്ക് ഉറക്കം വരത്തില്ല. അതൊക്കെ പിന്നീട് ചോദിച്ച് മനസ്സിലാക്കാം. അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കട്ടെന്നേ. ഞാൻ ഇറങ്ങിയ
എന്റെ ഭാര്യയും മക്കളെയും നിങ്ങളെ ഏൽപ്പിക്കുക. നോക്കിക്കൊള്ളണം. അതെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണേ. പുള്ളിക്കാരൻ ഇങ്ങനെയാ. ശ്ശോ. എന്റെ ഈശ്വരാ. അശോകേട്ടാ, എന്താ ഇത്? What they don't know is the bride didn't stay here. And the bride has become deadly. Revenge never looks so good. Revenge never sounded this bad. വാടാ കുട്ടൂസേ, നമുക്ക് ടി വി കാണാം. ആ കാണാം. ശ്ശോ, പിള്ളേരെ മാറി നിൽക്ക് പിള്ളേരെ. മറക്കാതെ അവിടെ ഇരിക്കാൻ. നശിപ്പിച്ചല്ലോ. ശ്ശേ, ഡാ, ആ റിമോട്ട് ഇങ്ങ് താടാ. ഇങ്ങ് തരാം. ഹോ, ഡാന്ന് വിളിച്ചോണ്ടല്ലോ. എന്തോ ഡാന്ന് വിളിച്ച നീ എന്ത് ചെയ്യും? കണ്ടോ, വളർത്തി വെച്ചിരിക്കുന്നുണ്ടോ ഇതിനെ? റിമോട്ട് ചെയ്യുന്നു. ഡാ, റിമോട്ട് ഇങ്ങ് താടാ. നിന്റെ അടുത്ത് വീട്. ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് തരാം. വിടാൻ പറയേച്ചി. ദേ, 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 അവൻ വീട്. ഓടാ. പലതിനെ കണ്ടിട്ടുണ്ട്. എന്തോന്ന് പിള്ളേര്. ഓ. മറ്റേ ചാനൽ വെക്ക്, മറ്റേ ചാനൽ. നമ്മള് നേരത്തെ കണ്ടത് വെക്കാം ഇതന്നെ, അശോകേട്ടാ. അത് തന്നെ വെക്കുന്നത്. പാവം, കണ്ടോ അമ്മമ്മ. സൗണ്ട് കൂട്ടിയേ. ഹായ്, നല്ല ടേസ്റ്റ്. മക്കള് നിറച്ച് വാരി തിന്നെ കേട്ടോ. നമ്മൾ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ആ ആന്റി ഞങ്ങൾ കഴിച്ചാൽ മതി കേട്ടോ. മമ്മി, ഈ ഗ്ലാസ് എവിടെ വെക്കണം? ആ, നീ അത് അവിടെ എവിടെങ്കിലും കളഞ്ഞേക്ക്. ഉടഞ്ഞു. നല്ല മോൻ. കുട്ടികളായ ഇങ്ങനെ വേണം. എന്താ ഒരു ശബ്ദം കേട്ടെ? ഈശ്വര, മുഴുവൻ നശിപ്പിച്ചല്ലോ. പൊട്ടി. പൊട്ടീന്നോ? ആരെടാ പൊട്ടിന്ന് വിളിച്ചേ? ആരെടാ പൊട്ടിന്ന് വിളിച്ചേ? എന്തിനാണ് നീ ഇങ്ങനെ ചൂടാവുന്നേ? എന്റെ മോൻ ഗ്ലാസ് പൊട്ടിന്നല്ലേ പറഞ്ഞത്. ഗ്ലാസ് എവിടെയുണ്ട്? ഗ്ലാസ് അമ്മേ. ഓ ഈശ്വരാ. വേണം വേണം വേണം. ഓ, ഒറ്റ കുത്തു വെച്ചിരും ഞാൻ. പിന്നെ കുത്തും. ദേ, കുട്ടികളെ ഇങ്ങനെയാണോ പഠിപ്പിച്ചു വെക്കുന്നേ? എന്റെ കാല് മുറിഞ്ഞു. അയ്യ, നോക്കി നടക്കണോ, ഇല്ലെങ്കിൽ കാലല്ല തല വരെ മുറിയും. ഫുഡ് കണ്ടിട്ടില്ലേ ഇതുവരെ? അയ്യേ, വാരി വലിച്ച് തിന്നുന്ന നോക്കിയേ. ആഹാരം ഫ്രീ ആണെങ്കിലും വയറ് നിങ്ങടയാ. മമ്മി, ഈ പെണ്ണിന് മുട കൂടുതലാ. കണ്ണാടി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കലാപരിപാടിയൊക്കെ ഒന്ന് കഴിയുമ്പോ അമ്മയും മക്കളും കൂടി ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടേക്കണം. ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, വേണമെങ്കിൽ വൃത്തിയാക്കിക്കോണം. അതെ, ആഹാരം കഴിച്ച് തീർക്കാനേ ഞങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. വേണമെങ്കിൽ നീ തന്നെ ഇതൊക്കെ അടിച്ചു വരെ വൃത്തിയാക്കിക്കോണം. പിള്ളേരെ, ആഹാരം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങാൻ നോക്കൂ. അതെ അതെ, ആ കയ്യെങ്കിലും ഒന്ന് കഴുകിട്ട് പോയി കിടക്കാൻ നോക്ക്. മോശമല്ലേ? പോയി. ദേ ദേ, അവിടെയല്ല, അത് കക്കൂസ. ദേ അവിടെ, അതാ വാഷ് ബേസിൻ. പോ. എനിക്കറിയാം, എവിടെ കഴിയാൽ എന്തുവാ, കയ്യല്ലേ കഴിവുന്നേ. കച്ചല്ല സാക്കാര്യം.
അശോകേട്ടാ, അശോകേട്ടാ ഒന്ന് വന്നേ. ആ ആ പപ്പനോ? എടാ പപ്പ, നീ ഈ പെട്ടിയും തൂക്കിക്കൊണ്ട് എന്തിന് ഇങ്ങോട്ട് വന്നു എന്നായിരിക്കുമല്ലേ മനസ്സിൽ? സത്യം പറയാലോ, എന്റെ കുട്ടികളെയും ഭാര്യയും വിട്ട് ഒരു ദിവസത്തിൽ കൂടുതൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ എമൗണ്ട് തന്നു തീരുന്നത് വരെയും ഞാനും ഫാമിലിയും ഇവിടെ തന്നെ ഉണ്ടാവും. ദേ പെങ്ങളെ, ഞാൻ കുഴപ്പക്കാരനൊന്നും അല്ല കേട്ടോ. പിന്നെ അശോക് സാറേ, നമുക്ക് അടിച്ചു പൊളിക്കാന്നേ. എല്ലാം തികഞ്ഞു. അശോകേട്ടാ, ആ എവിടെ പോവാ? പോലീസ് സ്റ്റേഷനിൽ. ഞാനും വരുന്നു. എന്നാ വാ. വാ വാ വാ. സാർ, ഒറ്റടി വെച്ച് തന്നാലുണ്ടല്ല, ജീപ്പ് തട്ടി നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാ ഞാൻ സ്റ്റേഷനിൽ കയറേണ്ടി വരും. സൂക്ഷ്മതയില്ലാത്തവര്, കണ്ണ് കാണാത്തവര്, അഹങ്കാരികള്. ആ ദേ, ഇനി എനിക്കൊരുപാട് ശകാരപദങ്ങളൊക്കെ അറിയാം. അതൊക്കെ ഞാൻ പ്രയോഗിക്കും. ആരാ നിങ്ങള്? ഭാര്യയും ഭർത്താവോ? പക്ഷെ നല്ല സ്നേഹത്തിൽ കഴിയുന്നവരാണല്ലോ. ഭാര്യയും ഭർത്താവാണെങ്കിൽ എപ്പോഴും ഒരു അകൽച്ചയാണല്ലോ ഉണ്ടാവുക. എന്നെ പറ്റിക്കാൻ നോക്കിയാടല്ലേ? അയ്യോ അല്ല സർ, ഞങ്ങള് ഭാര്യയും ഭർത്താവുവാ. വീട്ടിൽ ഞങ്ങൾ എപ്പോഴും വഴക്കാ അല്ലേ? ആ അങ്ങനെ പറയൂ, എല്ലാവരുടെ മനസ്സെനിക്കറിയാം. സാർ, എനിക്കൊരു പരാതിയുണ്ട്. എനിക്കും ഒരു പരാതിയുണ്ട്. ഒരാളിനെ വഴി തടഞ്ഞു നിർത്തി പരാതി പറയുന്നത് ശരിയല്ല. അതാ എന്റെ പരാതി. ഇനി നിങ്ങളുടെ പരാതി എന്താ? അയ്യോ സാർ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അനുവാദമില്ലാതെ രണ്ടുപേരും ഒന്ന് താമസിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അവരെ ശകാരിച്ചില്ലേ? കഠിനമായ വാക്കുകൾ പറഞ്ഞവരുടെ കണ്ണു പൊട്ടിച്ചില്ലേ? ചുട്ടപ്പെടാതിരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചില്ലേ? എന്താ അതൊക്കെ ചെയ്യാത്തത്? അല്ല, സാറിനെ പോലെ ധീരനും കരുത്തനും ധൈര്യശാലിയായിട്ടൊരു എസ് ഐ ഇവിടെ ഉള്ളപ്പോ ഞങ്ങളെപ്പോലുള്ളവർ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലോ എന്ന് കരുതി. ശരിയാണ്. എന്ത്? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാനൊരു അപാര ഭയങ്കരനാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം കണക്ക് പീരീഡ് എടുക്കുന്ന സാറ് ക്ലാസ്സിൽ വന്നില്ല. ഞാനെന്ത് ചെയ്തറിയാമോ? സാർ ഇരിക്കുന്ന കസേരയുടെ കാല് തല്ലി പിടിച്ചു വെച്ചു. സാർ കസേര മോന്തിരുന്നു, താഴെ വീണു. എന്നിട്ട് എന്ത് പറ്റി സാർ? സാർ എന്റെ കാലും തല്ലി പിടിച്ചു. ഞാനാണ് കസേരയുടെ കാല് തല്ലി പിടിച്ചെന്ന് സാർ എങ്ങനെയോ അറിഞ്ഞു. എന്റെ കാല് ചവിട്ടി പിടിച്ചു. വേഗത്തിൽ നടക്കുമ്പോ ഇപ്പോഴൊരു മുടന്നുണ്ട് കാലിന്. അതിരിക്കട്ടെ, നിങ്ങളുടെ പേരെന്താണ്? ഞാൻ അശോകൻ, ഇതെന്റെ ഭാര്യ മായ. നല്ല പരിചയമുള്ള പേരുകൾ. അതിരിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നവർ? പപ്പനും ലീലയും. അത് ശരി. അപ്പൊ നിങ്ങളാണല്ലേ കാശ് കടം മേടിച്ച് മുങ്ങി കിടക്കുന്നവർ. ശപ്പന്മാർ, വളരെ മോശക്കാർ, ഉത്തരവാദിത്വമില്ലാത്തവർ, ധിക്കാരികൾ, ഗതി പിടിക്കാത്തവർ, അവർ, ഇവർ, മറ്റവർ, മറിച്ചവർ. അല്ല സാർ, ഞങ്ങള് ശകാരിക്കും. ഞാൻ ഇനിയും ശകാരിക്കും. അപ്പൊ നീ കടം വാങ്ങി മുങ്ങിയതും പോരാ, കടം തന്നവർ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം അല്ലേ? എനിക്ക് മനസ്സില്ല. ഇനി ഞാൻ ദേഷ്യപ്പെടും. സാറ് ദേഷ്യപ്പെടണം, ഇനിയും ദേഷ്യപ്പെടണം. സാറിന്റെ ശകാരം കേൾക്കുമ്പോ ആ പഴയ ഹിന്ദി നടൻ രാജേഷ് ഖന്നയാണ് മനസ്സിൽ വരുന്നത്. സത്യം. ശരിക്കും അതേ ഗാംഭീര്യം. ഹെയർ സ്റ്റൈൽ അമിതാഭ് ബച്ചൻ, ഡ്രസ്സിംഗ് ജിതേന്ദ്ര, പെരുമാറ്റം ഹേമമാലിനി, അല്ല സഞ്ജീവ് കുമാർ. ശരിക്കും സാറേ ഉള്ളൂ ഞങ്ങൾക്കൊരു ആശ്രയം. ഞങ്ങളെ രക്ഷിക്കണം. നിങ്ങൾ പറഞ്ഞേക്ക് വാസ്തവമാണ്. വാസ്തവമാണ് സാർ, അവർ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അല്ല, ഞാൻ അമിതാഭ് ചേട്ടനാണോ? ഞങ്ങൾ സാറിന്റെ മുഖത്ത് നോക്കി കള്ളം പറയോ? എങ്കിൽ അവരെ ഞാൻ ശകാരിച്ചേക്കാം.